അധാർമികതയും കുറ്റകൃത്യവും ചെയ്ത പൂർണ്ണമായും ശിക്ഷ അനുഭവിച്ച ഒരു പ്രതിയെ ആഘോഷപൂർവ്വം പൊന്നാട അണിയിക്കുന്നതും നമ്മുടെ നജീബ് കാന്തപുരത്തിനെ പോലെയുള്ള MLAയുടെ അടുക്കലേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് റീലുകളായി പ്രവഹിക്കുന്നതും കാണുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ നജീബിനെയും അതുപോലെ തന്നെ MK രാഘവൻ MPയെയും ഒക്കെ പറയുന്നതിനേക്കാൾ ഇതിനിടയിൽ കുറച്ച് ആളുകൾ നിന്ന് ഈ മാനേജ്മെൻറ്റും സംവിധാനവുമൊക്കെ ഒരുക്കി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പൊന്നാടയും വാങ്ങിക്കൊടുത്ത് പൂച്ചെണ്ടും വാങ്ങിക്കൊടുത്ത് അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ യാതൊരു ലജ്ജയും ഉളുപ്പുമില്ലാത്ത ഒരു സമൂഹത്തെ കാണുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു. ഒന്നെങ്കിൽ വാങ്ങുന്നവന് തോന്നണം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നവന് തോന്നണം. നൽകുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയും വാർത്തയും ഉണ്ടെങ്കിൽ അവരേതും അതിൻ്റെ പിന്നാലെ പായും. പക്ഷേ ഇതൊരു ലജ്ജാകരമായ ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികതയെ വെല്ലുവിളിക്കുന്ന ഏറ്റവും അശ്ലീലമായ കാഴ്ചകളിൽ ഒന്നാണ് എന്നതാണ് സത്യം. സംഗതി ഒരു പിഞ്ചു ബാലനെ കൊന്നതിന് ഏറ്റവും രോഷത്തോടെ സാമൂഹ്യ മാധ്യമത്തിൽ ആളുകൾ അട്ടഹസിക്കുന്ന കാലത്താണ് അതിനേക്കാൾ എത്രയോ സ്നേഹത്തോടെയാവും സ്വാഭാവികമായ ശാരീരിക വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ വലിയ സാമ്പത്തിക ചെലവോടെ ഈ ജീവിതം നിലനിർത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഒരു കുഞ്ഞിനെ ജീവിപ്പിക്കാനും കൊണ്ടു നടക്കാനും അതിനെ നോക്കാൻ സവിശേഷമായ ശമ്പളം വെച്ച് ഒരാളിനെയും ഏർപ്പെടുത്തി കൊണ്ടു നടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന ഒരു ന്യായവും അർഹിക്കാത്ത ഒരു കൊലയാളിയാണ് റഹീം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും വേണ്ട. അതിൽ കയ്യബദ്ധവും കാലബദ്ധവും ഒന്നുമില്ല. അത് ആവർത്തിച്ച് പറയട്ടെ. ഒന്നെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്തായിരുന്നെന്നറിയാവോ? ജീവിതത്തിൽ അന്നത്തെ പ്രായത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ അവിവേകം കൊണ്ട് ചെയ്തു പോയ ഒരു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് ആ ശിക്ഷ അനുഭവിച്ചത് ഏറ്റവും യോഗ്യമായി എനിക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ സമൂഹത്തിൻ്റെ നന്മ കൊണ്ട് ബോച്ചയെ പോലെയുള്ള മനുഷ്യരുടെ ഇടപെടലുകളും അതുപോലെ ധാരാളം മനുഷ്യരുടെ ഇടപെടലുകളും കൊണ്ട് എനിക്കൊരു ജീവിതം കിട്ടിയത് വളരെ ശാന്തമായി ആ ചെയ്തു പോയ തെറ്റിൻ്റെ മനസ്താപത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ രൂപീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദയുണ്ടായിരുന്നു. ഇപ്പം പുള്ളിയുടെ നടത്തയും ഭാവവും പൊന്നാട സ്വീകരിക്കലുമൊക്കെ കണ്ടാൽ എന്തോ ആഗോളതലത്തിലോ രാജ്യാന്തര തലത്തിലോ വലിയ മനുഷ്യർക്കതാണ്ട് ഉപകാരം ചെയ്യുന്ന നന്മകൾ എന്തോ ചെയ്ത് മടങ്ങി വന്ന ഒരു പ്രതീതിയാണ് എന്നതാണ് സത്യം. പിന്നെ മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞു പടർത്തുന്നത്, ഇപ്പോൾ പുള്ളിയോട് കൂടി ആളുകൾ കൂടിയിരിക്കുന്നത് കുറച്ച് ആ കാശിൻ്റെ ബാലൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ കാണും. രാവിലെ ഏറ്റെടുത്ത് വീടിൻ്റെ മുന്നിൽ അങ്ങ് ഇടിയോടിടിയാണത്രേ, അങ്ങ് ഭയങ്കരമായ ഇടിയും ആൾക്കൂട്ടവും ഉണ്ട്. അതിലൊരു തെറ്റും പറയാനൊക്കെ ഇല്ല. എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുന്ന ഏത് പ്രതിയെ കൊണ്ടുവന്നാലും കാണാൻ കുറേ പണിയില്ലാത്ത ആളുകൾ തെള്ളാറ് പതിവാണ്. അതിനെ അങ്ങനെ കാണുന്നതാണ് എനിക്കിഷ്ടം. ഏതായാലും അവിടെ അങ്ങ് തെള്ളി സെൽഫിയൊക്കെ എടുക്കുമ്പോൾ അതിന് പാകമായ രീതിയിൽ ഭയങ്കര എന്തോ കാര്യം നേടിയതുപോലെ കാണിച്ച് കൂട്ടുന്നത് കാണുമ്പോഴാണ് ഇപ്പോൾ ഓരോ നാട്ടിലേക്ക് റഹീം വരുന്നു, അവിടെ റഹീം വരുന്നു, ഇവിടെ റഹീം വരുന്നു. എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നത്? അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ നാട്ടിലും ഓരോരുത്തരെ കൊന്നതിനും കൊള്ള ചെയ്തതിനും ഒക്കെ ജീവപര്യന്തവും അല്ലാത്ത ശിക്ഷയും ഒക്കെ അനുഭവിച്ച ഒരുപാട് പ്രതികൾ കാണും. അവരെയൊക്കെ നിങ്ങൾ ആഘോഷിക്കുമോ? അവരെയൊക്കെ ഇതുപോലെ കൊണ്ടു നടന്ന് വലിയ എന്തോ നേട്ടം നേടിയ ആളിനെ പോലെ കൊണ്ടു നടക്കുമോ? പിന്നെ അദ്ദേഹത്തിൻ്റെ ചില അടുപ്പമുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്ന ചില വാക്കുകളൊക്കെ കേട്ടു. അതായത് അബദ്ധത്തിൽ കൈതട്ടിയപ്പോൾ ഉരിഞ്ഞു പോകാൻ ഇതിൽ നാടമുണ്ടോ പോളിസ്റ്ററുമുണ്ടോ പോലും ഉടുപ്പിക്കുന്നതല്ല ജീവൻ രക്ഷാ ഉപകരണങ്ങൾ. ആ കുടുംബം അത്രമേൽ ഉത്തരവാദിത്വത്തോടെ ചെയ്ത സംഗതിയാണ്. അത് ബോധപൂർവമല്ലാതെ ഒരാൾക്ക് കൊല്ലാൻ പറ്റില്ല. ഒരുപക്ഷെ അന്നത്തെ പ്രായത്തിൻ്റെ അവിവേകം കൊണ്ട് ചെയ്തതാകാം. അത് പറയുന്നതിന് പകരം തിരിഞ്ഞ് ഞാനങ്ങോട്ട് തള്ളിയപ്പോഴത്തേക്ക് അതങ്ങ് തെറിച്ചുപോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറേ ഊളകളും ഈ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അത് ആഘോഷിക്കപ്പെടുന്നത് ശരിയേ അല്ല എന്ന് എന്തെങ്കിലും ബോധമുള്ളവരോട് ആവർത്തിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും പറയുന്നത്. കാരണം അത്രമേൽ മോശമായ ആഘോഷമാണ് കാണുന്നത്. എന്തോ മഹാകാര്യം ചെയ്ത ഒരാളുണ്ടാക്കുന്ന ഒരു സംഗതി പോലെയാണ്. നിങ്ങളൊരു ഉമ്മയെ ആഘോഷിക്കൂ, അല്ലെങ്കിൽ ബോച്ചയെ ആഘോഷിക്കൂ എന്ന് മാത്രമല്ല, ഈ ഉമ്മ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അദ്ദേഹം നടത്തിയ നാടകങ്ങളുമൊക്കെ ഏറ്റവും അടുത്ത അറിയാവുന്ന ഒരുപാട് മനുഷ്യർക്കറിയാം. അവരൊക്കെ പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകളും കുറിപ്പും ഒക്കെ ഇതിനകത്തുണ്ട്. അത്രമേൽ മോശമായ പെരുമാറ്റവും അത്ര ക്രൂരമായ ക്രിമിനൽ ബിഹേവിയറുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ പൊന്നാടയും ഇട്ട്
അതിനെ വലിയ എന്തോ മഹാകാര്യമായി നിങ്ങളേതെങ്കിലും പൊന്നാട കൊണ്ടുവന്ന് റോഡിലിരുന്ന് ചെരുപ്പ് കുത്തുന്ന ഒരാൾക്ക് ഇട്ട് കൊടുക്കുക. അതിന് യോഗ്യതയുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെയിലത്തിരുന്ന് പണിയെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ. അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളികളായി സെപ്റ്റിക് ടാങ്ക് കോരാൻ നടക്കുന്ന ആളുകളെ നിങ്ങൾ ആഘോഷിക്കുക. അതിന് പിന്നെയും അർത്ഥമുണ്ട്. അതൊരു സ്വാഭാവിക മനുഷ്യജീവിതം എന്നുള്ള നിലയിൽ. അല്ലാതെ ഒരു ക്രിമിനലിനെ ഇങ്ങനെ ആഘോഷിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്.